180 കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീണത് നിൽക്കട്ടെ, അവിടെ 50,000 പേരെ ഈ ഖമേനി പ്രതിഷേധത്തിൻ്റെ ഇടയിൽ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പം നിൻ്റെയൊക്കെ നാക്കെന്താ പൊങ്ങാത്ത എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ശൂലം ഭ്രൂണം ഗർഭിണി എന്ന് മാത്രം വിളിക്കാനേ നിന്നെയൊക്കെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നിൻ്റെയൊക്കെ അണ്ണാക്കി പഴമായിരിക്കും ആ സമയത്ത് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഇസ്രായേലിൽ അവിടെ ഖമേനി ആയത്തുള്ള അലി ഖമേനി അവിടെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഈ ഖമേനി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഹിജാബും ഡ്രസ് കോഡും അവിടെ മാൻഡേറ്ററി ആക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഹിജാബ് അവിടെ നിർബന്ധമാക്കി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹി ലോവേർഡ് ദ മാരേജബിൾ ഏജ് ഓഫ് ഗേൾസ് ടു 9 years, അതായത് 9 വയസ്സിൽ കെട്ടാമെന്നുള്ളതാണ് ഈ വേട്ടാവളിയെ അവിടെ, അതായത് കൊച്ചുകുട്ടികളെ കെട്ടിച്ചു വിടുന്ന ആക്റ്റാണ് ഈ വേട്ടാവളിയെ അവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വുമൻ ലോസ് ദ റൈറ്റ് ടു ഇനിഷ്യേറ്റ് ഡിവോഴ്സിന് ചേരാൻ അല്ലെങ്കിൽ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് സ്ത്രീക്ക് യാതൊരുവിധ അർഹതയുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് സ്ത്രീകൾക്ക് യാതൊരുവിധ പരിഗണനയോ അർഹതയോ സെൽഫ് റെസ്പെക്റ്റോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഖമേനി ഇരുണ്ട യുഗം ഇറാനിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഖമേനിക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള കുറേ എണ്ണം കിടന്ന് വിലപിക്കുന്നത്.